എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അതേപടി സത്യമാണോ? ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കപ്പിൾസ്, അല്ലെങ്കിൽ എന്റെ എല്ലാത്തിനും പിന്നില് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഇവളാണ് അല്ലെങ്കിൽ ഇവനാണ് എന്ന് പറയുന്ന ദമ്പതികൾ, ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും നടക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന അഖിൽ NRD മേഘ വിഷയത്തിലേക്ക് വരുമ്പോൾ ഏത് സാധാരണക്കാരന്റെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. സത്യത്തിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ നിങ്ങളും ആ ഒരു CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ബാഗിലാക്കി പുറത്ത് വണ്ടിയുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച. ശരിക്കും ഇത് കാണുമ്പോൾ ഏതൊരു മനുഷ്യരും ഞെട്ടും. കാരണം അത്രയും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല അത് എന്ന് ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാകും. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും മുൻകൂട്ടി പാക്ക് ചെയ്ത് വെച്ച ബാഗുകൾ. ഇവിടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ഏതെന്ന് വെച്ചാൽ, അഖിലിന്റെ സിനിമ റിലീസായ സമയത്ത് തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് ഇവർ രണ്ടുപേരും നൽകിയ ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒന്നിച്ച് ചെയ്ത റീൽസുകളും നമ്മൾ കണ്ടതാണ്. അപ്പോഴൊന്നും കാണാത്ത ഒരു അകൽച്ച പെട്ടെന്ന് ഒരു രാത്രിയിൽ ഇതെങ്ങനെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ അഖിലിനുണ്ടായിരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്താണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചത് ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായ, പക്ഷേ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലെ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന്. ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, രണ്ടുപേര് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. പക്ഷെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പരസ്പരം ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും വരാം. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അതിനൊക്കെ നമ്മുടെ നാട്ടിലെ നിയമപരമായിട്ട് വഴികളുണ്ട്. തുറന്ന് സംസാരിച്ച് എനിക്ക് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. അങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോകുന്നതും ഇത്തരത്തിൽ ഒളിച്ചും പാത്തും ഇറങ്ങിപ്പോകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റൊരു വ്യക്തിയെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും അതുപോലെ പരിഹാസങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയത്ത് അയാളെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് തകർത്ത് കളയുന്ന ഒരു രീതിയായി പോയില്ല ഇത്. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകാം, പക്ഷെ ആ വ്യക്തിയുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാകരുത്. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ എല്ലാവരും ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ റീൽസുകളും അതുപോലെ ലൈക്കുകളും മാത്രമല്ല ജീവിതം. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയത്തെക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് പിന്നിലെ ജീവിതവും സത്യസന്ധതയുമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാനടക്കം ഒട്ടുമിക്ക ആളുകൾ വിചാരിച്ചത് ഇതൊരു ഗോസിപ്പായിരിക്കാം, ഗോസിപ്പ് മാത്രമായിരിക്കും എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യൂസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വാർത്തയായിരിക്കാം എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. കാരണം ഏകദേശം ഒരു വർഷം മുൻപായിരുന്നു അഖിലിന്റെയും മേഘയുടെയും വിവാഹം എന്ന് പറയുന്നത്. മർച്ചന്റ് നേവിയിലെ നല്ലൊരു ജോലി വരെ ഉപേക്ഷിച്ച് സ്വന്തം പാഷനായിട്ടുള്ള സിനിമ യൂട്യൂബ് രംഗത്തേക്ക് വന്ന ഒരു പയ്യനായിരുന്നു അഖിൽ. അത് മാത്രമല്ല, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സ്വന്തമായിട്ട് നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാള്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സ്വീറ്റ് കപ്പിൾ എന്നൊക്കെ തന്നെയാണ്. നമുക്കറിയാം, മുൻപ് ഇതുപോലെ പല വ്ളോഗേഴ്സും ഇതുപോലെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിത രീതി, അത് ക്യാമറയ്ക്ക് പിന്നിലുള്ള മുഖമല്ല ക്യാമറയ്ക്ക് മുന്നിലുള്ള മുഖം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഭയങ്കര സെൻസേഷൻ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായ വ്ളോഗേഴ്സ് വരെ ഉണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ. അപ്പൊ അത്തരത്തില് ഒരു ഫാമിലി കപ്പിളാണ്. പക്ഷെ ഈ ഒരു രീതിയിൽ ഒരു ഒളിച്ചോട്ടം അത് മേഘയിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇവിടെ അഖിലിന്റെ കൂടെ തന്നെ തുടക്കം മുതലേ ഭാര്യ മേഘയും വീഡിയോകളിൽ സജീവമായിരുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതവും കോമഡി വീഡിയോകളും ഒക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീടിനടുത്തുള്ള ഒരാളോടൊപ്പം മേഘ ഒളിച്ചോടിപ്പോയി എന്ന മട്ടിലായിരുന്നു പോസ്റ്റുകൾ തുടങ്ങിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് ആളുകൾ ഏറ്റെടുത്തു. ചിലരൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങൾ ആ നാട്ടുകാരാണ്, സംഭവം സത്യമാണ് എന്നൊക്കെ വലിയ ഉറപ്പില് കമന്റ് ഇടാൻ തുടങ്ങി.
ഇതിന് പിന്നാലെയാണ് മേഘ തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ചില ഐഡന്റിറ്റികൾ മാറ്റിയതും കമന്റ് ബോക്സ് ഓഫ് ചെയ്തതൊക്കെ കണ്ടതും. ശരിക്കും അതൊക്കെ കണ്ടപ്പോ തന്നെ വാർത്ത പിന്നെ 100% സത്യം തന്നെ എന്ന മട്ടിൽ തന്നെ ആളുകൾ പിന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും പുറമേ കാണുന്ന ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ പെർഫെക്റ്റ് റീലുകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മളെ വലിയൊരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെ ഉള്ളില് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകാം. വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ പോലും മാന്യമായിട്ട് അത് അവസാനിപ്പിച്ച് വേർപിരിയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒപ്പം നിന്ന ഒരാളെ അവരുടെ കുടുംബത്തെയും പൊതുസമൂഹത്തിന് മുന്നിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അവരെ തളർത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പിന്നെ നമ്മളെ എപ്പോഴും ഒരു വശം മാത്രമാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറമെ ഇപ്പോഴും അറിയത്തില്ല. കാരണം നമ്മൾ കാണുന്ന എന്താണ്, മേഘ ഒളിച്ചോടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്താണ് ഇവിടെ ഒരു വില്ലത്തി എന്നുള്ള റോള് നമ്മുടെ മേഘ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയത്തില്ല അല്ലേ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങളല്ല സത്യം, അതിനുള്ളിൽ മറുവശവും ഉണ്ടാകും. അപ്പൊ എന്തായാലും എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്തായാലും പുറത്തു വരും. മേഘ ആയാലും ശരി, അഖിലായാലും ശരി, അവർ പുറത്ത് പറയും എന്താണ് കാരണം എന്നുള്ളത്. ഒരു ബസ്സിന്റെ കണ്ടക്ടറോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മള് ഇവിടെ തെറ്റുകാരി മേഘയെ തന്നെയാണ് കാണുന്നത്. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ രഞ്ജിഷ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിന്റെ ന്യൂസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നും അതിലെ ഭാര്യ ചതിച്ചു പോയത് കൊണ്ടല്ല, സ്വന്തം അതായത് 7-8 വർഷം വരെ താൻ നോക്കിയ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ ഒരു മനോവിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇവിടെ കുഞ്ഞുങ്ങളാകാത്ത ഭാഗ്യം തന്നെയാണ്. ആ കുഞ്ഞുങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വന്നേനെ. എന്നാൽ അതിനു മുന്നേ തന്നെ ഈ ഒരു തീരുമാനം എടുത്തത് നന്നായി. പക്ഷെ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് വരുന്ന ദിവസം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇനി ഇവിടെ അഖിലാണോ കുറ്റക്കാരൻ അല്ലെങ്കിൽ മേഘയാണോ തെറ്റുകാരൻ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യം നടന്നത് അവർക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.